ഞാൻ ബീന. മൊബൈൽ അഡിക്ഷനെ പറ്റി, കുട്ടികളിൽ ഉണ്ടാകുന്ന മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സാധാരണ ഒരുപാട് മാതാപിതാക്കൾ പറയാറുണ്ട്, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു, എപ്പോൾ നോക്കിയാലും ഫോണിലാണ്. ഇത് നമ്മൾ ക്ലയൻസിൽ വെച്ച് നോക്കുമ്പോൾ ക്ലയൻസ് ധാരാളം പേരും പറയുന്നത് അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന സന്തോഷമില്ലായ്മ കൊണ്ടാണ്. ഈ ഒരു തരം ഒരു എസ്കേപ്പിസമാണ്. കാരണം സന്തോഷമില്ലായ്മയ്ക്ക് പകരമായി അവർ മൊബൈലിലേക്ക് മാറുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഉള്ള ഒരു പ്രശ്നം, പേരൻസ് സ്ഥിരമായി മൊബൈലിൽ ഇരിക്കുകയും ഇത് കണ്ട് കുട്ടികളിൽ ആ പ്രവണത ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താനായിട്ട് നമ്മൾ സാധാരണ മൊബൈൽ കൊടുക്കാറുണ്ട്. ഇത് ഇത്രയുമാണ് സാധാരണ കണ്ടുവരുന്നത്. മൊബൈൽ അഡിക്ഷൻ്റെ ദോഷങ്ങളെ പറ്റി നോക്കാം. മുതിർന്നവരെക്കാളും കുഞ്ഞുങ്ങൾക്ക് 60% കൂടുതലാണ് റേഡിയേഷൻ ബാധിക്കുന്നത്. കുഞ്ഞുങ്ങളെ വെച്ച് നടത്തിയ പഠനങ്ങളിൽ ഇവർക്ക് വിഷാദം, ഉത്കണ്ഠ, പഠിക്കാനുള്ള താല്പര്യക്കുറവ്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇവയെല്ലാം മൊബൈൽ അഡിക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ വേറെ ഒന്ന്, വീഡിയോ ഗെയിംസ്, വയലൻസ് ഉള്ള ഈ വീഡിയോ ഗെയിംസ് കളിക്കുന്നതോടെ കുട്ടികൾക്ക് അതിനുള്ള ഒരു പ്രവണതയുണ്ടാകുന്നു, ഇങ്ങനെ വയലൻസ് കാണിക്കാനായിട്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഇൻ്റർനെറ്റ് ഉപയോഗവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ലൈംഗിക ചൂഷണത്തിന് കുഞ്ഞുങ്ങൾ ഇരയാകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഈ മൊബൈൽ അഡിക്ഷൻ്റെ റെമഡി എന്താണ്? നമ്മൾ ഇതൊന്ന് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യാനൊക്കും? അതിനെപ്പറ്റി നമുക്കിനി നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പേരൻസ് തന്നെ റോൾ മോഡലായിരിക്കണം കുട്ടികൾക്ക്. നമ്മൾ ഒരു നിയന്ത്രണം വെക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ തന്നെ ഒരു നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കണം. കാരണം അതുകൊണ്ടുണ്ടാകുന്ന തിളക്കമാർന്ന നേട്ടങ്ങളെപ്പറ്റി നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുമാത്രമല്ല, സമയത്തിനും വിലയുണ്ട്. ഈ സമയം ഇങ്ങനെ പഠനത്തിലൊക്കെ ഉപയോഗിക്കാനുള്ള സമയമാണ് ഇതിനേക്ക് ഈ മൊബൈൽ അഡിക്ഷനിലൂടെ നഷ്ടപ്പെടുന്നത് എന്നത് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ നമ്മളോട് ഇടയ്ക്ക് വന്നിട്ട് പറയും, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്തേക്ക് വേണ്ടി നമ്മൾ കുറച്ച് അവർക്ക് താല്പര്യമുള്ള കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കണ്ടെത്തി അവയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടണം. നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളെയും നമ്മൾ ശ്രദ്ധിക്കണം. അവരെങ്ങനെയുള്ളവരാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് വേണ്ടത്, ഈ ബ്രെയിൻ ഗെയിം, പസിൽ ഗെയിം, ഈ വീഡിയോ ഗെയിം ഒക്കെ ചെയ്യുന്നതിന് പകരം ഇവയൊക്കെ കുട്ടികൾ കളിക്കാനായിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് ഇതിൽ നിന്ന്, മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മാറാനായിട്ട് സഹായിക്കും. നമ്മുടെ കുട്ടികൾ സാധാരണയായിട്ട് മൊബൈൽ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു കണ്ടീഷൻ വെക്കാം. ഒരു 10 മിനിറ്റ് നീ ഇത് കണ്ടു, പക്ഷേ നീ 10 മിനിറ്റ് കഴിഞ്ഞ് നീ എന്നോടൊപ്പം ഞാൻ ചെയ്യുന്ന ജോലിയിൽ പങ്കാളിയാകണം എന്ന് നമുക്കൊരു കണ്ടീഷൻ വെക്കാം. നമ്മൾ സാധാരണ ഗാർഡനിങ്ങോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെയും അതിനോടൊപ്പം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കും എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു.